ഇവനൊരു നാർസിസ്റ്റും സോഷ്യൽ സൈക്കോപാത്തും. സ്വന്തം കുടുംബത്തോടും കൂടെ നിൽക്കുന്നവരോടും യാതൊരു കരുണയും അനുകമ്പയും കാണിക്കാത്ത കേക്കച്ചൻ ഒരു കടുത്ത നാർസിസ്റ്റും സോഷ്യൽ സൈക്കോപാത്തും ആണ് എന്നോട് പറഞ്ഞത് മറ്റാരുമല്ല, കേരളത്തിലെ ഒരു പ്രമുഖ സൈക്കോളജിസ്റ്റാണ്. ഇയാളുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സും ബിഹേവിയറൽ പാറ്റേണും ആ ബോഡി ലാംഗ്വേജും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ, ഇയാളുടെ കഴിഞ്ഞ 21 വർഷക്കാലത്തെ ആ രാഷ്ട്രീയ ജീവിതം നമുക്കൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു സത്യം, ഇയാൾക്ക് ആരോടും ഒരു കടപ്പാടോ സ്നേഹമോ മമതയോ അനുകമ്പയോ ഒന്നുമില്ല. ഉള്ളത് ഒരു കിങ് സൈസ് ഈഗോ മാത്രം. എൻ്റെ നിലപാട്, ഇവൻ പിണറായിയേക്കാളും വൃത്തികെട്ടവനാണെന്ന് ചുരുക്കം. മൂർഖനെ ഓടിച്ചു വിട്ടിട്ട് അണലിയെ എടുത്ത് വേണ്ടാത്തടുത്ത് വെക്കണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുക. ഇനി രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 250യുടെ 95ാം ദിനമായി ഇന്ന് ലഭിച്ച ഒരു പ്രതികരണം കാണുക. i2v ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാൻ ഒരിടം. എന്റെ പേര് പ്രേമൻ സാറേ. സാറേ, ഈ ചാനലിൽ ഇങ്ങനെ കാണിക്കുന്നതല്ല സത്യമായ കാര്യമാണ്. ഇവരിങ്ങനെ കാണിക്കുന്നത് നമ്മളെ ഈ കോൺഗ്രസ് വി.ഡി. സതീശനൊന്നും സംസാരിച്ചുകൂടായിരുന്നോ ഇവർക്ക് വേണ്ടി? ഈ ചുമ്മാ ഇല്ലാത്ത കേസുകളൊക്കെ ഇങ്ങനെ കൊണ്ട് ഇവൻ ഇത് ആസൂത്രണം ചെയ്ത് ആക്കിയിട്ട് അവൻ എങ്ങനെ അതിനെ ന്യായീകരിച്ച് പറയാൻ പറ്റും? അത് തന്നെ സാറേ. ഇതിലിപ്പോ നമ്മളെ ഉമ്മൻചാണ്ടി സാറിനെ ഇതുപോലെ കല്ലെടുത്തെറിഞ്ഞ് ഇങ്ങനെയൊക്കെ ദ്രോഹിച്ച് അപ്പോഴും ഇവരെല്ലാം അമന്നിരുന്നു. ഇതേ അവസ്ഥയിലല്ലേ ഈ പാവത്തിന് വന്നിരിക്കുന്നത്? ഇത് ഈ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇത് ഇത്രയും കൊല്ലത്തിന് ശേഷവും ഇവൻ ഈ എല്ലാവരെയും നോക്കുക. ഇത് ഉമ്മൻചാണ്ടിയെ മാത്രമല്ല, എത്ര എണ്ണത്തിനെ ഇതുപോലെ ഈ തെൻകണിയിൽ പെടുത്തി ഇവൻ നശിപ്പിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഇവൻ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇവൻ ഇപ്പൊ കണ്ടോ, ചെറുപ്പക്കാരെല്ലാം പേടിച്ച് ഒതുക്കി. ഈ ചെറുപ്പക്കാരെയും മിടുക്കരാത്ത നേതാക്കന്മാരെ എല്ലാം ഇതുപോലെ ഇവൻ പെണ്ണ് കേസിൽ പെടുത്തി കുടുക്കി പേടിപ്പിച്ചു വെച്ചേക്കുക. ഇപ്പൊ കണ്ടോ, അവരാരും മിണ്ടാതെ സാറിനെയും ഇതിലാക്കും. മനസ്സിലായില്ലേ? ആ രീതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് പോക്ക്. ഇവർ പെടുത്തുന്നത് സാധാപ്പെട്ട എല്ലാരെയും പെടുത്താൻ വേണ്ടി. ഇവര് വാ തുറന്ന് നമ്മൾ സംസാരിക്കുമെങ്കിൽ ഇവരെല്ലാം അടച്ചുവിടാൻ വേണ്ടിയാണ് ഇവരെല്ലാം നോക്കുന്നത്. ഒരു ന്യായമില്ലാത്ത കാര്യമാണ്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, ഞാൻ എല്ലാതല്ല. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു സഹകരണം. ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇന്ന് എന്തുകൊണ്ടാണ് ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന എല്ലാരും പേടിക്കുന്നത്? എന്തുകൊണ്ടാ? ഈ മുതിർന്ന നേതാക്കന്മാരെന്ന് പറയുന്നവൻ ഇവനെതിരെ ശബ്ദിക്കാൻ പറ്റത്തില്ല. ഇന്ന് ചെറുപ്പക്കാരെല്ലാം പെട്ടെന്ന് രാഹുൽ ഇഷ്യൂ വന്നതോടെ എല്ലാരും മിണ്ടാതെ പുറകോട്ട് പോയി. ഇവൻ മാത്രമായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാധ്യമങ്ങളില് ഇവൻ മാത്രമേ ഉള്ളൂ. ഇവൻ ഈ തേൻകണി പരിപാടിയുമായിട്ട് ഇവൻ ഈ എല്ലാവരെയും ഒതുക്കി എല്ലാവരെയും വരുതിയിലാക്കി വഴി തുറന്നു കൊടുക്കുന്നതാണോ വഴി അടയ്ക്കുന്നതാണോ ഒന്നും പിടിയും കിട്ടുന്നില്ല ആർക്കും. ഇവൻ എല്ലാവരുടെയും കൂമ്പ് വാട്ടുന്നവനാണെന്ന് വ്യക്തമല്ലേ? അതിന് ഇവ ഇങ്ങനെ കാണിക്കുന്നത് ഒരു വല്ലാത്തൊരു കാണിപ്പ് കാണിക്കുന്നത് അകത്തുള്ള ഇവനെ സംബന്ധിച്ചോളം മനസ്സിലാക്കേണ്ടത് ഇവന് ഒരു മനസാക്ഷിയോ ഒരു കരുണയോ അനുകമ്പയോ ഒന്നുമില്ല. ഇവൻ ഭയങ്കര ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ്. ഇവൻ ഒരു സോഷ്യൽ സൈക്കോപാത്താണ്. ഇവൻ ഒരു സഹകരണമില്ലാത്ത രീതിയിൽ പോകുന്നു. ഒരു കരുണയോ അനുകമ്പയോ ഒരു കമ്പാഷനോ അവന്റെ കുടുംബത്തോടുമില്ല, അവന്റെ കൂടെ നിൽക്കുന്നവരോടുമില്ല. ആരും ഒരു വാക്ക് വാടക എല്ലാം അടച്ച് പേടിച്ച് ഒതുങ്ങിയിരിക്കുന്നവരിക്കുന്നു. ഇത്രയും കഷ്ടപ്പെടുത്തി അവനായിട്ട് ചെയ്യാത്ത കാര്യം. ഈ കാണുന്ന ജനങ്ങൾക്ക്, ഞാൻ ഈ കിടക്കുന്ന ഈ അറ്റത്ത് കിടക്കുന്ന, ഞാൻ തിരുവനന്തപുരത്ത് കിടക്കുന്നതാണ്, നേറ്റങ്കര കിടക്കുന്ന ഞാനാണ്. എനിക്ക് ഇത് കാണുമ്പോഴന്നെ എനിക്ക് തന്നെ ഒരു ഇതായിരുന്നു. അപ്പോഴത്തെ നാട്ടുകാരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് മനസ്സിൽ അത് സഹിക്കാൻ പറ്റില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരാണ്. ഞങ്ങള് വാർഡിലാൽ ഇങ്ങനെ തന്നെ ഇവന്മാര് ചെറുപ്പക്കാരെ കയറ്റിക്കൊണ്ടുവരാൻ പറ്റില്ല. ചെറുപ്പക്കാരെ നിർത്തി തന്നെ ഈ പ്രാവശ്യം ഞങ്ങള് കയറി വന്നത്. കുന്നത്തുകാല് പഞ്ചായത്തിൽ 10 വന്നു. ഞങ്ങൾ വാർഡിൽ ഇറങ്ങി ഞങ്ങൾ തന്നെ പുതിയ പിള്ളേരെ നിർത്തി ചെയ്തത്. ഇവന്മാർ ഇവിടെ ഉണ്ട്. കഴിവുള്ളവനെ ചേർത്ത് നിർത്തുന്ന പോലെ തോളെ കൈയിടും. കൈയിട്ട് ഇവനെ ചേർത്ത് നിർത്തി ഈ സ്നേഹിക്കുന്ന പോലെ കാണിച്ച് ഇവനെ ഒതുക്കാം. പക്ഷെ ഇവനെ അടിച്ചിരുത്താതെ പറ്റിപ്പോയല്ലോ എന്നായിരിക്കുകയാണ്. ഇവനൊരു പണി കിട്ടാതെ. ഇവനും CPM ആയിട്ടുള്ള കളിയാണിത് മൊത്തം. ഇവൻ അതാ പറഞ്ഞേ, ഇവൻ ഈ കോൺഗ്രസിനെ മുക്കി ഉണ്ടാക്കിയ ആയിരക്കണക്കിന് കോടി. ഇന്ന് കോൺഗ്രസിലെ ഏറ്റവും സമ്പന്നൻ ഇവനാ. ഇവൻ ഏത് പ്രസ്ഥാനത്തെ ഏത് സമ്പത്തിനെ വിലക്കെടുക്കാൻ പറ്റും. ഇവിടുത്തെ സകല മാധ്യമങ്ങളെ ഇവൻ വിലക്കെടുത്തു. ഇനിയിപ്പോ ഇതാ ഒരു മാധ്യമങ്ങളുടെ പുതിയൊരു ചാനലിലൂടെ വരാൻ പോവാ. ഇവന് കുഴലൂത്ത് നടത്താൻ വേണ്ടി ഇവിടുത്തെ സകല ഈ മാപ്രകളെയും കാശ് കൊടുത്ത് അതിനകത്തോട്ട് വലിച്ചു. ഇനിയും വരാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ഒരെണ്ണം കൂടെ വരാൻ പോവാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഒരു ഉടനെ വരും. അന്നേരം ഇതൊന്നും ആയിരിക്കത്തില്ല. ഈ മുട്ടലിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനലും ഈ ഏഷ്യനെറ്റുവിനെ ഒക്കെ സഹിച്ചാൽ മതിയായിരുന്നു ഇത്രയും കാലം. ഇനി ഒരെണ്ണം കൂടെ വരാൻ പോവാ. ആയിരക്കണക്കിന് കോടിയാണ് അതിനകത്ത് പമ്പ് ചെയ്തേക്കുന്നത്. എന്റെ അമ്മോ, ഇതൊക്കെ ഭയങ്കര ദ്രോഹമാണ് കേട്ടോ. ഭയങ്കര ദ്രോഹമാണ് ഇത്. കിടക്കപ്പുറത്ത് ഇല്ലാത്ത അവസ്ഥ ഇവന്മാരുണ്ടാക്കും. ഇതിപ്പോ നമ്മളെ കേരളത്തിനെ മൊത്തത്തിൽ വിറ്റ് കൊടുക്കണ പോലെയാണ് ഇവന്മാർ കാണിക്കുന്നത് നോക്കിയിട്ട്.
മനസ്സിലായി? ഭയങ്കര ദ്രോഹം. എങ്കിൽ ഇവന്മാര് നിക്കണ്ട, ബിജെപിക്ക് ഏവൻ റിപ്പോർട്ട്. അന്നേരം ജനങ്ങള് ആ തരത്തിൽ ചിന്തിച്ചു തുടങ്ങണം. എന്തിനു വേണ്ടി ഇവന്മാരെ കയറ്റണം? ഇവന്മാര് വന്നാൽ ഈ 10 കൊല്ലം പട്ടിണി കിടന്ന ഈ കള്ളപ്പന്നികൾ ഇവന്മാര് വന്നാൽ ഇവന്മാര് മൂടിച്ച് സെക്രട്ടേറിയറ്റ് വരെ ഇവന്മാര് വിൽക്കും. തന്നെ ഭയങ്കരമായിട്ട് കനകുന്നും മ്യൂസിയം അടക്കം പല വിദേശ കക്ഷികൾക്ക് ഇവന്മാര് കച്ചവടമാക്കി അഡ്വാൻസ് വരെ മേടിച്ചു കഴിഞ്ഞു. എന്റെ പൊന്നെ, എവിടെ പോയി നിൽക്കാം? നമ്മളൊക്കെ ഇറങ്ങി ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമുക്കല്ലേ സങ്കടം തോന്നുന്നു. എന്നിട്ട് ഇവര് പറച്ചിലാട്ടോ ഇതെല്ലാം 100 സീറ്റ് എനിക്ക് കിട്ടും എങ്ങനെയാണേലും 100 സീറ്റ്. പടം ഭയങ്കര പടം അടിക്കുകയാണ് ഇപ്പോഴും. നമ്മളിവിടെ ഒരു പയ്യൻ നിന്ന് ബ്ലോക്കിൽ നിന്ന് ജയിച്ച് ലാസ്റ്റ് ഇപ്പൊ അവൻ ഇറങ്ങി നിൽക്കുകയാണ്, MLA-ക്ക് വേണ്ടി നിൽക്കുകയാണ് അവൻ. അവനിപ്പോ സീറ്റ് കൊടുക്കൂല എന്നുള്ള രീതിയിലേക്കാണ്. പക്ഷെ അവൻ ഇവിടെ ഒരു കൈക്കൂലിയ ഒറ്റ കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൂടെ ചേർക്കുക. ഇവന്റെ കൂടെ ഈ തീവട്ടിക്കൊള്ളയ്ക്ക് ഇവന്റെ കൈ നിൽക്കുന്നവര് മാത്രം മതി. ഇത് നോക്കിയുള്ളൂ സാറേ, ഇത് മിക്കവാറും ഈ കോൺഗ്രസിനെ അടിച്ച് കത്താനുള്ള പരിപാടിയാണ് ഇവരെല്ലാം കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചെന്നിത്തലയായിരുന്നു. ഈ സമയം ചെന്നിത്തല വായ അടച്ചോണ്ടിരുന്നത്. ഈ പ്രാവശ്യം യവൻ വായും തുറക്കുന്ന എന്താണ് ചെയ്യണമെന്ന് പോലും പിടിയില്ല. എല്ലാവരും വായ അടച്ചു വെച്ചിരിക്കുന്നതാണ്. അത് യവൻ എങ്ങനെയായി? നമ്മളൊരു പാർട്ടിക്കാരൻ, നമ്മൾ കൂടെ പുറപ്പ് നമ്മളെ വീട്ടിന്റെ അകത്തുള്ള ഒരുത്തന്നെ ഇങ്ങനെ ആയിട്ട് കാണിച്ചാൽ നമ്മൾ ഇറങ്ങി നിൽക്കുവോ? സഹിച്ചു നിൽക്കുവോ? സാറ് ആലോചിക്കും. നമ്മളൊരു കൂടപ്പുറപ്പ്, നമുക്ക് കൂടപ്പുറപ്പ് പോലെ തന്നെ ആവായി. നമ്മുടെ പാർട്ടിയിലുള്ള കൂടപ്പുറപ്പ് പോലെ തന്നെ ആവായി. ഒരു തെളിവില്ലാതെ ഈ കേരളത്തിൽ നടക്കുന്ന അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള ആളുകൾക്ക് അറിയാം ഇത് ഒരു തെളിവില്ലാതെ ഇവർ ഈ രാഷ്ട്രീയ കളിയാണ് കളിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് VD സതീശന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അവൻ ഇന്നും വന്ന് പറഞ്ഞോ എന്റെ നിലപാടായിരുന്നു ശരി, ഞാൻ എടുത്ത നടപടി കറക്റ്റ് ആണെന്ന്. ഒന്ന് ഓർത്തു നോക്കുക, പരാതിക്കാരി എന്ന് പറഞ്ഞാൽ ഈ 3 പരാതിയും സമാനമാണ്. ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നവളാണ് ഹോട്ടലിൽ വന്ന് മുറി എടുക്കുന്നത്. മുറി എടുത്തിട്ട് ബലാത്സംഗം ചെയ്തവന് അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അടിവസ്ത്രം മേടിക്കാനും ചെരുപ്പ് മേടിക്കാനും പോക്കറ്റ് മണിയും എല്ലാം കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ബലാത്സംഗം ചെയ്തെന്ന്. അതിന് ഒരു ന്യായം ഉണ്ടോ? കേൾക്കുന്ന ആളുകൾക്ക് അതാ പറഞ്ഞത്. എന്നിട്ട് അവൻ വന്ന് പറയാണ് ഇതെല്ലാം കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്ന് ഉറച്ച നിലപാട് എടുത്തത്. അന്നേരം ഇവന്റെ ഈ നിലപാട് ശരിയായിരുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള നാടകങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ സകല മാധ്യമങ്ങളെയും വിലക്കെടുത്തുകൊണ്ട് കണ്ടോ, രാഹുലിന് ആരെങ്കിലും ഒരാളെങ്കിലും ഇയാളുടെ ഒരു പക്ഷമോ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പൊരുത്തക്കേടുകൾ പറയാനോ ഏതെങ്കിലും ഒരു മാധ്യമം ഉണ്ടോ? ഒരാൾ. അതാണ് അതാണ് ഇങ്ങനെ പോട്ട് ഈ ചാനൽക്കാരെ പോട്ട് നമ്മളെ പാർട്ടിക്കകത്തുണ്ടല്ലോ, നമ്മളൊരു കൂടപ്പുറപ്പിനല്ലേ അവനെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഉമ്മൻചാണ്ടിയുടെ മോല്ല ഒരു വാക്ക് അവരെ അച്ഛനെ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. എല്ലാവരും എന്നറിയോ, ഇവനാണ് ഇനി നിയമസഭയിലേക്ക് സീറ്റ് കൊടുക്കേണ്ടുന്നത്, ഇവനാണ് തീരുമാനിക്കുന്നത്. അന്നേരം ഇവനെ പിണക്കിയാൽ സീറ്റ് കിട്ടത്തില്ല എന്ന് പേടിച്ചാണ് സീറ്റിലേക്ക് വേണ്ടി ഇങ്ങനെ ഇവർ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക്. അതായത് ഈ മുരളീധരന്റെ കാലത്ത് ഇവനെ പട്ടിയെ പോലെ ആട്ടിയേക്കുന്നതാണ്. ഈ VD സതീശന് പട്ടിയുടെ വില പോലും കൊടുത്തിട്ടില്ല. ഇന്ന് ആ മുരളീധരൻ കണ്ടോ ഇവന്റെ ചെരുപ്പ് നക്കി കുനിഞ്ഞു നിൽക്കുന്നത്? ഇത്രയും ഗതികേടുണ്ടോ? യവൻ വന്ന് കയറിയപ്പോ എന്തിനാ പട്ടിയെ പോലെയാണ് വന്നത്? ഒന്നുമില്ല അവന്. നിങ്ങൾ പറഞ്ഞ ഈ 1000 കോടി രൂപ ഉണ്ടെങ്കിൽ ഇവൻ വന്ന് കയറിയപ്പോ എന്തിനുണ്ടായിരുന്നു ഈ പാർട്ടിക്കകത്ത്? ഇവന് വന്നപ്പോ അന്ന് മറ്റേ ഇവന്റെ ഓഫീസ് സെക്രട്ടറിയുടെ ഭാര്യ പറഞ്ഞു കേട്ടില്ല, ഇവന് ഉണ്ടായിരുന്ന ഒരു കീറിയ നിക്കറായിരുന്നു അന്ന് വന്നപ്പം. വേറെ ഒരു പട്ടിയെ പോലെ തന്നെ വന്നത് 5 വർഷത്തിന് മുമ്പ് വന്ന്. ഇന്ന് അവന്റെ മട്ടും ഭാവം കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ വരുമ്പോ ഇതിലേ വരുമ്പം കണ്ടോ, അവൻ കതറേ ഇടത്തുള്ളൂ. ഇവൻ അങ്ങോട്ട് കേരളം വിട്ട് കഴിയുമ്പോ ഇവന് ചേരാത്ത മറ്റേ 14 വയസ്സുകാരന്മാർ ഇടുന്ന സൈസ് ഷൂസും ജീൻസും എന്താ ഇവൻ ഈ കാണിക്കുന്ന ഇത് വെറും പടവാന്നുള്ള. ആർക്കും എന്ത് ഡ്രസ് വിടാം, അതൊക്കെ അവരുടെ പ്രൈസാ. പക്ഷേ അങ്ങനെ എന്തുകൊണ്ട് അവനത് ഇവിടെ ഇട്ടുകൂടാ? ഇവനാരെങ്കിലും നിർബന്ധിട്ടോ? യവനാണ് പിടിക്കേണ്ടത്. യവനെ തിരക്കി കഴിഞ്ഞാൽ യവൻ അറിയാം ഇതുപോലെ ഇവൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. യവനാണ് പിടിക്കുന്നത്. പറഞ്ഞ ഇവനെ ഇന്ന് പിടികിട്ടാ പുള്ളി. അതായത് ഇവന്റെ കയ്യിലുള്ള പണവും ഇവൻ എല്ലാ അടികളെയും പഠിച്ച് ഇവൻ പ്രാപ്തി നേടി. ബാക്കിയുള്ളവന്മാരെല്ലാം ഇവന്റെ ഇരയിൽ വീണ് ഇവൻ 25 കൊല്ലം കൊണ്ട് എല്ലാവനെയും കുടുക്കി. ഇവന്റെ നാൾ വഴികൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ഒതുക്കിയേക്കുന്ന ആളുകളുടെ കയ്യും കണക്കുമില്ല. ഇവനെ കണ്ടില്ലേ, ഉറങ്ങി കിടന്നവനാണ് വിളിച്ചോണ്ട് അവൻ ചോദിക്കണേ ഏത് കേസാണ്, കൊച്ചു പിള്ളേർ ചോദിക്കണോ ചോദിക്കുന്നത്. ഇവർക്ക് നമുക്ക് ഇനി അടുത്ത തലമുറയ്ക്ക് ഇവന്മാര് ചെയ്യേണ്ടത് അടുത്ത തലമുറയ്ക്ക് വഴി തുറന്നു കൊടുക്കുക. ജനങ്ങൾ ബലത്തെ എന്ന് പറഞ്ഞാൽ ഇവന്മാർ പോലെ കോടിക്കണക്കിന് ഉണ്ടാക്കാനല്ല. ഇന്ന് ഏതവളെ ഇറക്കിയാലും, ഒരു സ്ത്രീയെ ഇറക്കി കഴിഞ്ഞാൽ ഒരു പരാതി ഒരുത്തനെതിരെ ബലാത്സംഗം ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പ് എടുത്തിട്ട് അവനെ ചാമ്പി നശിപ്പിച്ച് അകത്തിടും. എന്നിട്ട് ഇവക്ക് അതിജീവിത എന്നുള്ള പേരും കിട്ടും. ഇവരുടെ ഐഡന്റിറ്റി ഒന്നും വെളിയിൽ പോത്തുമില്ല. ഇവനെ കൊന്നു കൊല വിളിച്ച് അവസാനം വർഷങ്ങൾ
കേസ് നടത്തിയിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് തെളിവില്ല എന്ന് പറഞ്ഞ് അവനെ വെറുതെ വിടുമ്പോഴത്തേക്കും അവനുണ്ടായ ആ ഡാമേജ്, ആ നാശം. സാർ ഒന്ന് ആലോചിച്ച് നോക്കി അവന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ, അവന്റെ അമ്മ, അവന്റെ സഹോദരിയായാലും എല്ലാരും പിള്ളേരല്ല എല്ലാരും മുമ്പ് മുഖത്ത് നോക്കണ്ടേ, എങ്ങനെ ജീവിക്കണം? ഇവൻ വളരെ തീവ്രമായ ഒരു നാർസിസ്റ്റ് മനോരോഗിയാണ്. ഇവൻ സോഷ്യൽ സൈക്കോപാത്താണ്. ഇവനെ ജയിപ്പിച്ചാൽ ഈ കേരളം മുടിപ്പിക്കും. ഇവനെ പിണറായി ഒന്നുമില്ല, പിണറായിയുടെ ഒരു 10,000 മടങ്ങ് അപ്പുറത്തെ വൃത്തികെട്ടവനാണ് ഇവൻ. അവന്റെ അപ്പുറത്ത് പോകും. ഇവനും എന്തിനോ കണക്കൂട്ടി തന്നെ കയറി നിൽക്കുന്നത്. ഇവൻ കയറി വന്നു കഴിഞ്ഞാൽ കേരളത്തിന് ഇവൻ ഈ മുടിപ്പിക്കുന്നതല്ല, ഇവൻ എല്ലാം ഇവൻ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കാര്യം നോക്കുക, ഇവൻ 500 തവണയിലധികമാണ് വിദേശ രാജ്യത്തിലേക്ക് പോയേക്കുന്നത്. ഇവൻ ആരെ ഉണ്ടാക്കാം, ഇവന്റെ മണ്ഡലത്തെ കനപ്പിക്കാനാണ് ഇവൻ പോയേക്കുന്നത്. ഈ ഒരു ടൈമിൽ തന്നെ 90 തവണയിൽ കൂടുതൽ ഇവൻ വിദേശത്തേക്ക് പോയേക്കുന്നത്. ഇവൻ എന്ത് കച്ചവടം വിദേശത്ത്? പറവുകരെ നന്നാക്കാൻ വേണ്ടിയാണ് ഇവൻ പോയേക്കുന്നത്. ഇവൻ അതുപോലെ ഈ ചാനൽക്കാരുടെ ഒന്നും സംസാരിക്കുന്നില്ല. അവന്റെ ചിരിയാണല്ലേ ചതി ചിരിച്ചോണ്ട് അവൻ മാന്യമായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ടാ? അവന്റെ ഒരു ചളിച്ച നെട്ടൂരിലെ കൂറ മണിച്ചെയിൻ തട്ടിപ്പുകാരാണ് ബേസിക്കലി. അവൻ ആ ഫ്രാഡ് ഇറങ്ങി വരുന്നതാണ്. അവൻ എത്ര ട്രെയിനിങ് എടുത്താലും, അവൻ എത്ര കൂടിയ കതറിട്ടാലും, അവൻ എന്ത് ഫേഷ്യൽ ചെയ്താലും അവന്റെ ആ ഫ്രാഡ്, മറ്റേ ജഗതി പറയുന്ന പോലെ ആ ഫ്രാഡ് തരം ഇറങ്ങി വരുന്നത് നമുക്ക് കാണത്തില്ല. ശ്രദ്ധിച്ചാ ഇതൊക്കെ നമുക്ക് കാണപ്പെട്ടില്ല. ഭയങ്കര സങ്കടം തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ആ ഉറങ്ങി കിടന്ന് അവനെ വിളിച്ചോണ്ട് പോയി മറ്റേ ജയിലുകൾ പണ്ട് വലിച്ചെടുത്തോണ്ട് പോയി പോലായിപ്പോയി. കരുണാനിധിയെ വലിച്ചത് ഉറങ്ങി കിടന്ന എടുത്തോണ്ട് പോയി പോലായിപ്പോയി. ഇതൊക്കെ ആത്യന്തികമായി അത് രാഹുലിനെ വളർത്ത് കാണികുമാർ ചെയ്യുന്നത്. രാഹുലിനെ എത്രയൊക്കെ ഇമാര് ക്രൂശിക്കാൻ ശ്രമിക്കുന്നു, അവൻ അത്രത്തോളം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കും. ഇത്രയും വൃത്തികെട്ട ഇന്ന് ഇവനെതിരെ കൊന്നുകൊല വിളിക്കുന്ന ചാനലുകളുടെ അടി വരുന്ന അവനെ കുറിച്ച് ഉള്ള കമന്റുകൾ അവൻ നല്ലൊരു ലെവലിലാവും, നല്ല രീതിയിൽ വരാൻ വേണ്ടി തന്നെ ഉള്ള ഇത് തന്നെ. അല്ലെങ്കിൽ നോക്കിയുള്ളത് അല്ല, ഞാൻ ഈ അറ്റത്ത് കിടക്കണം, ഞാൻ ഇത് കണ്ടിട്ട് നിങ്ങളെ വിളിച്ച് സംസാരിക്കണം, അത്ര സഹിയിട്ടാണ് വിളിച്ചത്. അല്ല, ഞാൻ ഇതുവരെ സത്യമായിട്ട് ഞാൻ ഒരു ചാനൽക്കാരെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. അത്ര ഒരു സങ്കടം വന്നോണ്ടാണ് ഞാൻ വിളിച്ചത്. ഉമ്മൻചാണ്ടി ഇതേ അവസ്ഥയിൽ ചെയ്തതാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ പോലും അത് ഓർക്കുന്നില്ല. എടാ എന്റെ ഞാനും എന്റെ കുടുംബം ഇത് ഈ ഒരു അവസ്ഥ കൂടെ കടന്നു പോയതാണ് എന്ന് അത് അവർ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കുന്നില്ല. നമ്മളെ അവസ്ഥ ഇതുപോലെ ആയിരുന്നു ഒരിക്കൽ എന്ന് പറയാൻ അവർ മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ അവരൊക്കെ കാണിക്കുന്ന വേല ഒന്നും അവരെ ചോദിക്കേ. ഇതൊക്കെ ഇവൻ നല്ല ഇതിൽ വരും, അല്ലേ നോക്കിയോളൂ. ഇത് കേസൊന്നും അല്ലേ, പക്ഷെ ഇവനെ ഒറ്റപ്പെടുത്തണം. അതാണ് ഇവന് സപ്പോർട്ടായിട്ടുള്ള ആ ജനങ്ങൾ. നമ്മൾ ഇയാൾ പറയുന്ന പല കാര്യങ്ങൾക്ക് നമുക്ക് യോജിക്കാനൊന്നും പറ്റത്തില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ. പക്ഷേ ഇവനെ ഇതുപോലെ ഒറ്റതിരിഞ്ഞ് ഇവന്റെ കൂടെ നിൽക്കുന്നവർ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കണ്ട് സഹികെട്ടാണ് നമ്മള് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പാർട്ടിക്ക് പോകണമെങ്കിൽ ഇതാ ഇന്നും പാർട്ടിയിൽ കമ്മിറ്റി ഉണ്ട്, ഞാൻ പോയിട്ടില്ലേ, ഞാൻ പോകില്ലേ. നമ്മൾ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ആ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴേ ഭയങ്കര സങ്കടം വരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.